നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ ഒരു പാർട്ടിൽ, ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനമാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഉൽപ്പത്തി തൊട്ടുള്ള കാര്യങ്ങൾ കേട്ടു. നമ്മൾക്ക് മനസ്സിലായി ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് നമ്മളോട് അരുളി ചെയ്യുന്നത് പുത്രൻ മുഖാന്തരമാണ്. യേശുക്രിസ്തു മുഖാന്തരമാണ് നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നത്. എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. എന്തുകൊണ്ടെന്നാൽ ദൂതൻ മുഖാന്തരം സംസാരിച്ച വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ പിന്നെ എന്തോന്നിനാൽ തെറ്റി ഒഴുകും, പിന്നെ എങ്ങനെ രക്ഷപ്പെടും എന്നാണ് പൗലോസ് ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ചോദിക്കുന്നത്. അപ്പൊ അന്ന് ഇതില് പൗലോസ് നമ്മളോട് പറയുന്നുണ്ട്, യഹൂദന്മാരോട് പ്രത്യേകം പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പരീക്ഷാ ദിവസത്തിൽ എന്താണ് സംഭവിച്ചത്? മരുഭൂമിയിൽ വെച്ച് എന്താണ് സംഭവിച്ചത്? അവരെ റെഡ് സീ കടത്തിക്കൊണ്ട് വന്നു. അവർ ആ ഒരു വിളിക്കപ്പെട്ടവർ അവർ അനേകമായിരുന്നു. പക്ഷേ ആ ഒരു യോർദാൻ നദി കടന്ന് വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചവർ വളരെ ചുരുക്കമായിരുന്നു. ആ ഒരു വലിയ ജാതി മുഴുവനും, ആ ഒരു പഴയ തലമുറയിലെ ആളുകൾ മുഴുവനും മരുഭൂമിയിൽ പട്ടുപോവുകയാണ് ഉണ്ടായത്. അപ്പോൾ വിളിക്കപ്പെട്ടവരെല്ലാവരും തിരഞ്ഞെടുക്കപ്പെടുകയില്ല എന്നുള്ള ഒരു കാര്യം അവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ആ ഒരു ദൈവത്തിന്റെ വാഗ്ദാനമായ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുകയില്ല. ഈ സ്വസ്ഥത എന്ന് പറയുന്നത് അവിടെ യോശുവ കൊടുത്ത ഒരു സ്വസ്ഥത അല്ല, ദൈവത്തിന്റെ ആ ഒരു ഇറ്റേണിറ്റി, നിത്യജീവൻ, അവസാനം പ്രവേശിക്കാനിരിക്കുന്ന ആ ഒരു നിത്യജീവൻ, അതാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിളി ലഭിച്ചിരിക്കുന്ന നമ്മൾ ഒരു കാരണവശാലും ആ ഒരു വിളിയെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവരുത്. മരുഭൂമിയിൽ അവർ അന്ന് ഹൃദയം കഠിനമാക്കിയതുപോലെ നമ്മൾ ഹൃദയം കഠിനമാക്കാൻ ഇടവരരുത് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടും, അതായത് പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും അതിനനുസരിച്ചുള്ള ഫലം പുറപ്പെടുവിക്കാതെ മുള്ളും പറക്കാരെയുമാണ് ഭൂമി സൃഷ്ടിക്കുന്നതെങ്കിൽ അതിശപിക്കപ്പെട്ടതാണ്. അതുപോലെ ഇത്രയൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ നടന്നിട്ടും നമ്മൾ അതിനോട് ചെകിടന്മാരായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ശപിക്കപ്പെട്ടവരായി തീരും. ആ ഒരു പിശാചിനായി ഒരുക്കപ്പെട്ട തീ നരകത്തിലേക്ക് നമ്മൾ പോകും. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. വിശുദ്ധ വേദോസ്തത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയായെങ്കിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഏക പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നിവൃത്തിയാവും. ദാനിയേലിനോട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും അച്ചട്ടായെങ്കിൽ ദാനിയേലിനോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു അന്ത്യകാലത്തെ പറ്റിയുള്ള കാര്യങ്ങളും അത് നിവൃത്തിയാകും. അതുകൊണ്ട് നാം ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് അവർ തങ്ങളുടെ ഹൃദയം കഠിനമാക്കിയതുപോലെ നമ്മളുടെ ഹൃദയം കഠിനമാക്കാതെ സൂക്ഷിക്കണം. കാരണം മോശ പറഞ്ഞു തുടങ്ങിയിട്ട് അനുസരിക്കാത്തവർക്ക് മരുഭൂമിയിൽ പട്ടുപോയെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞു തുടങ്ങിയിട്ട് അനുസരിക്കാത്തവർക്ക് നിത്യമരണമായിരിക്കും ഫലം എന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് ജീവിക്കണം. പൗലോസ് എബ്രായർക്ക് കൃത്യമായിട്ട് എഴുതുന്നുണ്ട്, ന്യായപ്രമാണം തീർന്നുപോയി. ന്യായപ്രമാണം തീർന്നു പോയത് ന്യായപ്രമാണത്തിന്റെ ആ ഒരു കാലഘട്ടം അവസാനിച്ച് യേശുക്രിസ്തു വന്ന് തന്റെ പുതിയ ഉടമ്പടി രൂപവൽക്കരിച്ചപ്പോഴാണ് എന്ന് പറയുന്നുണ്ട്. അതിന് എക്സാമ്പിളും കൊടുക്കുന്നുണ്ട്. അവൻ ലേവി ഗോത്രത്തിലല്ല, അവൻ മൽക്കീസദേക്ക് അഹ്റോന്റെ ക്രമപ്രകാരം മോശയുടെ ക്രമപ്രകാരം അവരൊരു പുരോഹിതനായിരുന്നുവെങ്കിൽ ലേവി ഗോത്രത്തിൽ വന്ന് ജനിച്ചേനെ. അവൻ ലേവി ഗോത്രത്തിലല്ല വന്ന് ജനിച്ചത്. അവൻ യഹൂദ രാജാവായ യഹൂദ ഗോത്രത്തിലാണ് വന്ന് ജനിച്ചത്. ദാവീദിന്റെയും ശലോമോന്റെയും രഹോബയോമിന്റെയും ഗോത്രമായ രാജാക്കന്മാരുടെ ഗോത്രമായ യഹൂദ ഗോത്രത്തിലാണ് വന്ന് ജനിച്ചത്. അവൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനാണ്. അവൻ ആണ്ടിലാണ്ടിൽ മരിച്ചു പോകുന്ന മഹാപുരോഹിതന്മാരെ പോലെയല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരു പൊരുളായി തന്ന ദേവാലയത്തിലേക്കല്ല അവൻ പ്രവേശിച്ചത്. കുഞ്ഞാടിന്റെയും രക്തത്താലല്ല അവൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയത്, മറിച്ച് തന്നെത്താൻ ഒരു ബലിയാക്കി തീർത്ത് തൻ്റെ തന്നെ രക്തം എടുത്തുകൊണ്ട് ഒരു ബലി അർപ്പിച്ച ആ ഒരു മഹാപുരോഹിതനായി യഥാർത്ഥത്തിൽ പിതാവായ ദൈവത്തിന്റെ ആ ഒരു അതിവിശുദ്ധ സ്ഥലം, യഥാർത്ഥമായിട്ടുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്കാണ് പുത്രനായ യേശുക്രിസ്തുവായ ദൈവം പോയത്. അപ്പോൾ ആ ഒരു സ്വസ്ഥതയിലേക്ക് നമ്മളും പ്രവേശിക്കാനുള്ള ആ ഒരു വിളി ബാക്കി നിൽക്കെ നമ്മൾ ചെകിടന്മാരായിട്ടിരിക്കാതെ ആ ഒരു വിളിക്ക് അനുസരിച്ച് അവൻ മഹാപുരോഹിതനാണെന്ന് മനസ്സിലാക്കി നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറയണം.
പഴയ നിയമത്തിൽ സീനായ് മലയോടൊന്നും അടുക്കാൻ മേലായിരുന്നു. പക്ഷേ ഇന്ന് പുതിയ നിയമത്തിൽ അങ്ങനെ അപ്രകാരം ഒരു മലയുടെ അടുത്തല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ പാപങ്ങളെ അറിയാവുന്ന നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ അടുത്താണ്. അപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു കൃപാസനത്തോട് അടുക്കാൻ നമ്മൾ മടിക്കേണ്ടതില്ല എന്നാണ് എബ്രായ പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മൾ ഹൃദയം കൊണ്ട് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും അതരം കൊണ്ട് അവനെ ഏറ്റുപറയുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ ഉദ്യമത്തിൽ നിന്ന് വിടവാങ്ങുന്നു. താങ്ക് യു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.